ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. അല്ല ഡ്രിങ്കെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷെയ്ക്ക് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാരറ്റ് മിൽക്ക് ഷേക്കാണ്. അപ്പോൾ ക്യാരറ്റ് കൊണ്ടാണ് നമ്മളത് ചെയ്തതെന്ന് തോന്നാത്ത രീതിയിൽ ആണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഡ്രിങ്ക് അല്ലെങ്കിൽ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസുള്ള 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുക്കറിലിട്ട് വേണമെങ്കിലും വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കറിലില്ല, ഞാനിവിടെ ഒരു സാധാരണ പാത്രത്തിൽ പെട്ടെന്ന് തന്നെ വെന്തിട്ടു കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഇത് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ ചൂടാറണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിത് ഈ ഒരു ഷേക്ക് ഉണ്ടാക്കി എടുക്കേണ്ടത്. അപ്പോൾ ക്യാരറ്റ് നല്ലതുപോലെ ചൂടാറിന് ശേഷം നമ്മളിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈന്തപ്പഴമാണ് കേട്ടോ. ഇപ്പോൾ 6-7 ഈന്തപ്പഴം ഞാനിങ്ങനെ കുരുവൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഇഷ്ടമെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നട്ട്സാണ് കേട്ടോ. ബദാമും കേശുവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് ബദാമിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈന്തപ്പഴം ചേർത്താൽ മതി. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. അപ്പോൾ പാൽ ഇവിടെ ഞാൻ ഇങ്ങനെ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടിയും കുറച്ച് പാലുമായിട്ട് തന്നെയാണ്. അപ്പോൾ കുറച്ച് കട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെയ്ക്കിൻ്റെ ആ ഒരു തിക്നെസ്സും കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ മിക്സീൻ്റെ ജാറിലേക്ക് അതിൻ്റെ പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ആ ഒരു ക്യാരറ്റും ഈന്തപ്പഴവും നട്ട്സൊക്കെ ഒന്ന് നന്നായിട്ട് അരഞ്ഞ് കിട്ടണമെങ്കിൽ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്, നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മറ്റേ പാലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നല്ലോണം അരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ക്യാരറ്റിൻ്റെ തരിയും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാൽ ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും പാൽ ചേർത്ത് കൊടുക്കണം. ഞാൻ 1/2 ലിറ്റർ അളവിൽ പാലാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നല്ലതുപോലെ അടിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു കസ്കസാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് കസ്കസ് ചേർക്കുന്നുണ്ടെങ്കിൽ നല്ല തണവൊക്കെ ഉണ്ടാവും കേട്ടോ. ശരീരത്തിന് നല്ലൊരു തണവ് കിട്ടാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കസ്കസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് കൊണ്ടുള്ളൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. അത്ര ടേസ്റ്റുള്ളൊരു ഷേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്